പ്ലാന് നമ്മൾ സ്കോട്ട്ലൻഡിന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സ്കോട്ട്ലൻഡ് ഹൈലാൻഡ്സിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 10-12 ഡേയ്സ് ആണ്. ബുക്കിംഗ് ഒന്നും എടുത്തിട്ടില്ല. ഇന്ന് മാത്രം ഒരു ക്യാമ്പ് സൈറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് എത്ര മണിക്കൂറുണ്ട്? 6 മണിക്കൂർ പിച്ചുണ്ട്. 6-6.5 മണിക്കൂറുണ്ട്. ഫോർട്ട് വില്യം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഒരു ക്യാമ്പ് സൈറ്റാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അവിടെ 2 നൈറ്റ് ഞങ്ങൾ ക്യാമ്പ് സൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ക്യാമ്പ് സൈറ്റ് വരെയുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അടിപൊളി വീഡിയോസ് വരുന്നതായിരിക്കും. ഞങ്ങളുടെ ഡേ ബൈ അതായത് 10-12 ദിവസം കാണും. അപ്പോൾ ആ വീഡിയോസൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. ഫ്രണ്ട് വരല്ലേ ഇനി എങ്ങനെയുണ്ട് യാത്ര? അടിപൊളി. ക്ഷീണിച്ചോ? ഒട്ടും ക്ഷീണിച്ചില്ല. ടയർഡ് ഒന്നും ആയില്ല കേട്ടോ. ഞങ്ങളിപ്പോ ഇറങ്ങിയിട്ടല്ലേ 2 മണിക്കൂറായി. പക്ഷെ നമുക്ക് തോന്നില്ല 2 മണിക്കൂറായെന്നൊന്നും. കാരണം 6.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പം പിന്നെ 2 മണിക്കൂർ അത് വലിയ ഡ്രൈവ് ടയർഡ് ആയില്ല. എങ്കിൽ നമുക്ക് സർവീസിൽ ഇറങ്ങായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞ് മതി നമുക്ക്. ഇപ്പം വേണം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. ട്രാഫിക് ഉണ്ട്, അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. പിന്നെ വെതർ നല്ലതാണ്, മഴയൊന്നുമില്ല, നല്ല വെയിലാണ്. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയ മോട്ടോർവേ ആയതുകൊണ്ട് ബോറിംഗ് ആയിരിക്കും, യാത്ര ബോറിംഗ് ഉള്ളതായിരിക്കും. നല്ല നല്ല സീനറി ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. തീർച്ചയായിട്ടും കുഴപ്പമില്ല. ഇനി കുറച്ചിങ്ങനെ മുമ്പോട്ട് പോട്ടെ, എന്നിട്ട് നമുക്ക് സർവീസിലും കയറി പയ്യങ്ങ പോവാം. അപ്പോൾ നമ്മൾ സ്കോട്ട്ലൻഡ് ബോർഡറിലേക്ക് കയറുക. UK സ്കോട്ട്ലൻഡ് ബോർഡറാണിത്. ഇനി ഇവിടെ തൊട്ട് സ്കോട്ട്ലൻഡ് ആണ്. വെൽക്കം ടു സ്കോട്ട്ലൻഡ്. അങ്ങനെ ഞങ്ങൾ സ്കോട്ട്ലൻഡിൽ കയറി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ നല്ല രീതിയിൽ മാറി. ഇപ്പം നല്ല ഇരുണ്ട് നിൽക്കുകയാണ്. പിന്നെ സ്കോട്ടിഷ് വെതർ അങ്ങനെയാണ്. മഴ പെയ്യും, മറ്റേ വെയിൽ കാണും, സ്നോ കാണും. ഒരു ദിവസം ഇതെല്ലാം കാണാൻ പറ്റും. ജസ്റ്റ് ചാറുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. ഇപ്പം മോട്ടോർവേ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സൈഡും ഒക്കെ കാണാനും നല്ല പച്ചപ്പും നല്ല ഭംഗിയുള്ള സ്ഥലം. ഇപ്പൊ നോക്കിയാണ്, ഈ സൈഡ് നല്ലതായിട്ട് ഇരുണ്ടിരിക്കുകയാണ്. ആ സൈഡിലെ മല കണ്ടോ, അവിടെ നല്ല വെയിലാണ്. കണ്ടോ, രണ്ടിൻ്റെ ഡിഫറൻസ് കണ്ടോ നമുക്ക് കാണാം. കുറച്ചും കൂടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് കാണാം. ഓക്കെ, ഇവിടെ ഇപ്പം മല ചാറുന്നുണ്ട്, ജസ്റ്റ് ചെറുതായിട്ട് ചാറുന്നുണ്ട്. ആ സൈഡിലത്തെ മല കണ്ടോ, നല്ല വെട്ടം കാണാം. ഇനി കണ്ടോ അത്? ഇപ്പം അടുത്ത് വന്നപ്പോൾ കുറച്ചുകൂടെ കാണാം. കണ്ടോ, ആ സൈഡിലൊക്കെ കണ്ടോ, ഇവിടെ മല ചാറുന്നുണ്ട്, ശരിക്കും മല ചാറുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിൻഡോയിൽ നോക്കിക്കഴിഞ്ഞാൽ, സ്ക്രീനെ നോക്കി കണ്ടോ വെള്ളം വീണ് കിടപ്പുണ്ട്. പക്ഷെ അവിടെ നല്ല വെയിൽ. ആ സൈഡ് അങ്ങനെ വെയിൽ പിടിച്ച് കിടക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും വെതർ മാറിക്കൊണ്ടിരിക്കും. വീണ്ടും വെയിൽ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട്. ഇത്ര നിറച്ചിരി മോഡലായിരുന്നു. വീണ്ടും വെതർ നല്ലതായി വന്നിട്ടുണ്ട്. നല്ല വെതറായി അല്ലേ? നല്ല വെതറായി. മഴ പോയി, മഴയില്ല, തൂളിയതേ ഉള്ളൂ. ഞാൻ ഓർത്ത് മഴ പെയ്ത് പോകുന്നു. പക്ഷെ കൊണ്ടുവന്നപ്പോഴേക്കും നല്ല വെയിലായി. ഞങ്ങളൊരു ബ്രേക്ക് എടുത്തായിരുന്നു. എത്ര മിനിറ്റ് എടുത്തു നമ്മള്?
നമ്മൾ ലോച്ച് ലോമണ്ട് എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം മഴ ചാറുന്നുണ്ട് അല്ലേ? മഴയുണ്ട്. ഇങ്ങോട്ട് നല്ല മഴയുണ്ട്. വലിയ മഴയില്ല, റോഡെല്ലാം വെറ്റായിട്ടിരിക്കുകയാണ്. പക്ഷെ നാരോ റോഡാണ്. നല്ല ഡ്രൈവ് കേട്ടോ ഇത്. ഈ സൈഡിൽ കൂടെ ഓടിക്കാൻ നല്ല രസം അല്ലേ? നല്ല വൈബുള്ള റോഡാണ്. അങ്ങനെ ഞങ്ങൾ എത്താറായി. ഇനിയൊരു 33 മൈലും കൂടെ ഉള്ളു അല്ലേ? ഇടയ്ക്ക് മഴ പെയ്തു. ഇങ്ങോട്ട് മഴ കുഴപ്പമില്ല. ഇപ്പൊ മഴയില്ല, ചെറിയ തൂളലുണ്ട്. ഉണ്ടായിരുന്നു. ഇടഭാഗത്ത് കുറച്ച് മഴ ഉണ്ടായിരുന്നു. ആൾക്കാർ ഇവിടെ വൈൽഡ് ക്യാമ്പിങ് ചെയ്യുന്നുണ്ട്. സൈഡിലൊക്കെ വണ്ടി നിർത്തിയിട്ടുണ്ട്. വീഡിയോയിൽ അത്രയും മനസ്സിലാകുന്നില്ല, പക്ഷെ നന്നായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ട് അങ്ങേ മലയിലായിട്ട്. രസമുണ്ട് അത് കാണാനായിട്ട്. ഇവിടെ നല്ല വെയിലും ഉണ്ട്. ഇവിടെ എല്ലാ മലയിലും അതെ, അത് കോട വന്നേക്കുന്ന മല. അങ്ങ് ആ മല കാണില്ല, അത് മേളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ്. അത് തന്നെ. നല്ല രസമുള്ള മലകളാണ് ഈ കാണുന്നത്. ഇവിടെ ഒരുപാട് പേര് ഹൈക്കിങ്ങിനൊക്കെ നടക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡുകളിൽ കൂടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒത്തിരിയും പേര് ഹൈക്കിങ്ങിന് പോകുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വെതറാണിപ്പം. അങ്ങനെ ഞങ്ങൾ റൈറ്റ് ടൈമിൽ തന്നെ ഇവിടെ എത്തി. ക്യാമ്പ് സൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ക്യാമ്പ് സൈറ്റിൽ വന്നു, റൂഫ് ടെൻറ്റ് സെറ്റപ്പ് ചെയ്തു, ലിവിങ് പോഡ് സെറ്റപ്പ് ചെയ്തു. ഇനിയിപ്പം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. ഇത് ക്യാമ്പ് സൈറ്റിൻ്റെ വീഡിയോ ഞങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അടിപൊളി സൈറ്റാണ്, അതെല്ലാം നാളത്തെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. വെതറും അടിപൊളിയാണ്, നല്ല വെയിലാണ്, നമുക്ക് നല്ല വെതറാണ്, ക്യാമ്പിങ് ചെയ്യാൻ പറ്റിയ വെതറാണ്. അപ്പോൾ ഞാൻ എൻ്റെ റൂഫ് ടെൻറ്റും അതെല്ലാം ഒന്ന് കാണിക്കാം. അങ്ങനെ റൂഫ് ടെൻറ്റ് ഞങ്ങൾ സെറ്റപ്പ് ചെയ്തു. ഇത് ഞങ്ങളുടെ പോഡ്, ഇതിനകത്ത് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതാണ് ക്യാമ്പ് സൈറ്റ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ചെറിയൊരു റിവറുണ്ട്, അപ്പുറത്ത് മൗണ്ടനും, പിന്നെ ഇവിടെ ക്യാരവാന്. നല്ലൊരു ക്യാമ്പ് സൈറ്റാണ്. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും നല്ല കാഴ്ചകളുമായി.